ഹായ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കുന്നത് ടൂണ ഫിഷ് കൊണ്ടുള്ള ഒരു റെസിപ്പിയാണ്. നമ്മൾ കടയിൽ നിന്ന് തന്നെ ടൂണ വാങ്ങിച്ച് അത് വെച്ചിട്ടുള്ളൊരു റെസിപ്പിയാണ് ഞാനിപ്പോൾ തയ്യാറാക്കുന്നത്. അല്ലാതെ ക്യാൻ വാങ്ങിച്ച് ടൂണയുടെ ക്യാനെല്ലാം വാങ്ങിക്കാൻ കിട്ടുമല്ലോ, അത് വെച്ചിട്ട് അല്ല ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത്. നമുക്ക് വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/4 കിലോ ടൂണ എടുത്തിട്ടുണ്ട്. ഇത് ഞാനിതുപോലെ മുറിച്ച് മഞ്ഞളും മുളകും ഉപ്പും എല്ലാം വരട്ടി മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ്. ഒരു അരമണിക്കൂർ നേരത്തേക്ക് ഞാനിത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇതൊരു പാനിലേക്ക് വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം. വേവിച്ച് വെള്ളം വറ്റിച്ചിട്ടെടുക്കണം. അപ്പോൾ അതിനുവേണ്ടി ആദ്യം നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ ടൂണയിൽ നന്നായിട്ട് മസാലയെല്ലാം പിടിച്ചിട്ടുണ്ട്. എന്നാലും ഞാനിപ്പോൾ അത് വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് നന്നായിട്ട് വേവിച്ച് വറ്റിച്ചെടുക്കണം. ഇതിൻ്റെ വെള്ളം മുഴുവനായിട്ട് വറ്റിപ്പോണം, എന്നാൽ മാത്രമേ ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കാം. ഈ ടൂണ നന്നായിട്ട് വേവിച്ച് നന്നായിട്ട് വെള്ളം വറ്റിച്ചെടുത്തിട്ട് നമുക്കിത് ഒന്ന് ചെറുതായിട്ട് ഉടച്ചെടുക്കണം. ഇതുപോലെ തന്നെ നമ്മൾ അതിലിടൂല, കുറച്ച് നന്നായിട്ട് ഉടച്ചെടുത്തിട്ട് വേണം നമ്മളിത് മാറ്റി വെക്കാൻ. അതാ നന്നായിട്ട് ഇപ്പോൾ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് സ്വിച്ച് ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാം. എന്നിട്ട് കുറച്ച് തണുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് ഒന്ന് ഉടച്ചെടുക്കാം. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കാം. എന്നിട്ട് ഓയിൽ ഒഴിച്ച ശേഷം നമ്മളിപ്പോൾ ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഇഞ്ചിയും ചേർക്കാം. വെളുത്തുള്ളി ഞാനൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളിപ്പോൾ ഇത് വഴറ്റിയെടുക്കാൻ. ഇപ്പോൾ ഇതിൻ്റെ സ്മെല്ലെല്ലാം കുറച്ച് നന്നായിട്ട് നല്ലൊരു അടിപൊളി സ്മെല്ലെല്ലാം വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു 2-3 പച്ചമുളക് ഇതുപോലെ മുറിച്ചിട്ട് ചേർക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ട് നമുക്കിതിനെ വഴറ്റാം. ഇതുകൂടി ചേർത്തിട്ട് വഴറ്റി വരുമ്പോൾ നല്ലൊരു സ്മെല്ല് വരും. ഇത് നന്നായിട്ട് വഴന്ന് ഒരു പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർന്നിട്ടുള്ള നല്ലൊരു സ്മെല്ല് വരും. അതിന് കളറും ചെറുതായിട്ട് ചേഞ്ചായിട്ട് വരും. ആ സമയത്ത് നമുക്കിതിലേക്ക് ഒരു 2 വലിയ ഉള്ളി ചേർക്കാം. സവാള ഇതുപോലെ തന്നെ സ്ലൈസ് ചെയ്തിട്ട് നമുക്കിതിലേക്ക് ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് വഴറ്റാം. കുറച്ച് ഉപ്പ് ചേർത്തിട്ട് വേഗം വഴറ്റുകയാണെങ്കിൽ ഇത് വേഗം തന്നെ സോഫ്റ്റായിട്ട് വരും. നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. എന്നിട്ട് വീണ്ടും ഇതിനെ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 2-3 മിനിറ്റ് നേരത്തേക്ക് വഴറ്റിയെടുക്കാം. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു 3-4 മിനിറ്റ് നേരത്തേക്ക് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്യാം. ഇത് നല്ല സോഫ്റ്റായിട്ട് കിട്ടണം ഉള്ളി, അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ 2-3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നല്ലോണം സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും ഒരു 2 മിനിറ്റ് നേരത്തേക്ക് ഇത് വഴറ്റാം. അപ്പോൾ ഇതിൻ്റെ വെള്ളമെല്ലാം ഒന്ന് വറ്റി നല്ലോണം പൊരിഞ്ഞ് നല്ലൊരു സോഫ്റ്റായിട്ട് വരും. ഇനി നമുക്കിതിൻ്റെ ഉള്ളിയെല്ലാം സൈഡിലേക്ക് മാറ്റി നടുവിൽ കുറച്ച് സ്പേസ് ഉണ്ടാക്കുക. എന്നിട്ട് അവിടെ കുറച്ച് മഞ്ഞൾ പൊടിയും അതുപോലെ തന്നെ 1 ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇതെല്ലാം ചേർത്തിട്ട് വീണ്ടും നടുവിൽ ഒന്ന് മൂപ്പിച്ചെടുക്കുക. കുറച്ച് ഒന്ന് മസാല അവിടെ നിന്ന് മൂപ്പിച്ചെടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാം കൂടി നന്നായിട്ട് ഒന്നിച്ചാക്കിയിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് പിന്നെയും വീണ്ടും നന്നായിട്ട് ഒന്ന് വഴറ്റുക. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായി വഴന്ന് നല്ല ഒരു അടിപൊളിയായിട്ടുള്ള സ്മെല്ല് വരും. നല്ല അടിപൊളി സ്മെല്ല് വരുന്നുണ്ട്. അപ്പോൾ നമുക്കിത് എല്ലാം ലോ ഫ്ലെയിമിലാണ് ചെയ്യേണ്ടത്, അത് പ്രത്യേകം ഓർമ്മിക്കണം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് തേങ്ങ ചിരവിയത് ചേർക്കാം. എന്നിട്ട് വീണ്ടും ഈ മസാല മിക്സ് നന്നായിട്ട് നമുക്ക് വഴറ്റണം. ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നമ്മളിതിനെ വഴറ്റിയെടുക്കും. കുറച്ച് ഹൈ ഫ്ലെയിമിലിടുമ്പോൾ ചിലപ്പോൾ തേങ്ങ ഒന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു 2 മിനിറ്റ് നേരത്തേക്ക് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് മൂടി വെക്കാം. എന്നിട്ട് കുക്ക് ചെയ്യാം. അപ്പോൾ ഇതിൽ തേങ്ങയെല്ലാം കുറച്ച് നന്നായിട്ടൊന്ന് മൂത്തിട്ട് വരും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനെ കുക്ക് ചെയ്യുന്നത്. തേങ്ങ വെന്ത് വരും, അതിന് ശേഷം തേങ്ങയിൽ നിന്ന് കുറച്ച് ഓയിലെല്ലാം റിലീസായി വരും. ഇപ്പോൾ ചെറുതായിട്ട് ഓയിലെല്ലാം റിലീസായിട്ട് വരുന്നുണ്ട്. ഇനി നമ്മളിത് കുറച്ച് നേരത്തേക്ക് തുറന്ന് വെച്ചിട്ട് തന്നെ നമുക്കിത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതിനുശേഷം ഞാനിവിടെ ഒരു വലിയ തക്കാളി ഇത് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞിട്ട് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇനി വീണ്ടും നമുക്കിത് നന്നായിട്ട് വഴറ്റിയെടുക്കാം.
ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളിതെല്ലാം ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ തക്കാളി ഇട്ടിട്ട് നമ്മളിത് നന്നായിട്ട് വഴറ്റിയെടുത്ത ശേഷം നമുക്കിതുപോലെ എല്ലാം കൂടി ഒന്ന് കൂട്ടി യോജിപ്പിച്ച് വെച്ചിട്ട് ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് നമ്മളിതിനെ ഒരു 5 മിനിറ്റ് നേരത്തേക്ക് കുക്ക് ചെയ്തെടുക്കും. തക്കാളിയെല്ലാം നന്നായിട്ട് വെന്തുടഞ്ഞ് കിട്ടണം, അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇടയ്ക്ക് ഒന്ന് എടുത്തിട്ട് ഇളക്കി കൊടുക്കാം. എന്നിട്ട് വീണ്ടും നമ്മളിത് മൂടി വെച്ചിട്ട് 5 മിനിറ്റ് നേരത്തേക്ക് നന്നായിട്ട് കുക്ക് ചെയ്യാം. നമുക്കിതിനിടയിൽ ഒന്ന് ഉപ്പെല്ലാം നോക്കിയിട്ട് വേണ്ടുന്ന ഉപ്പ് ചേർത്തിട്ട് വീണ്ടും നമുക്കിത് മിക്സ് ചെയ്യാം. അതിനുശേഷം ഇത് മൂടി വെച്ചിട്ട് ഒന്നുകൂടി കുക്ക് ചെയ്യാം. അപ്പോൾ ഏകദേശം 5 മിനിറ്റ് നേരത്തേക്ക് നമ്മളിത് നല്ല ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ തക്കാളിയെല്ലാം ഏകദേശം നന്നായിട്ട് ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം. നിങ്ങളുടെ കയ്യിൽ നല്ല കുറേ കറിവേപ്പില ഉണ്ടെങ്കിൽ കുറേ കറിവേപ്പില ചേർക്കാം. കറിവേപ്പില കൂടുതൽ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇനി നന്നായിട്ട് ഇത് വീണ്ടും വഴറ്റിയെടുക്കുക. ഇപ്പോൾ തക്കാളിയെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ചിട്ട് ഉടച്ച് വെച്ചിട്ടുള്ള ടൂണ ഫിഷ് ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. എല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിക്കണം. എന്നാൽ മാത്രമേ ഇതിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. നമുക്കിത് നന്നായിട്ട് യോജിപ്പിക്കാം. മിക്സിയിലൊന്ന് അടിച്ചിട്ട് അതിനെ വല്ലാണ്ട് അങ്ങ് സോഫ്റ്റ് ആക്കണ്ട. നമ്മളിതിനെ ക്രഷ് ചെയ്തെടുത്താൽ മതി. ഒന്ന് നല്ലോണം ഒന്ന് ചതച്ചെടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില ചേർക്കാം. മല്ലിയിലയും കൂടി ചേർത്തിട്ട് വീണ്ടും നമുക്കിതിനെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നേരത്തേക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്നുകൂടി കുക്ക് ചെയ്തെടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ മസാലയും ഈ മീനിൻ്റെ ഫ്ലേവറും എല്ലാം കൂടി ചേർന്ന് നല്ല അടിപൊളി സൂപ്പറായിട്ടുള്ള ഒരു ടേസ്റ്റ് വരും. അപ്പം നമ്മുടെ ടൂണ ഫിഷിനെ കൊണ്ടുള്ള റെസിപ്പി ഒരു ഉലർത്ത് റെഡി ആയിട്ടുണ്ട്. അപ്പം ഇത് സൂപ്പർ ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമുക്ക് ഈ ഒരു വറവുണ്ടെങ്കിൽ നമുക്ക് ചോറിൻ്റെ കൂടെ ഇത് മാത്രം മതിയാവും. അതുപോലെ തന്നെ ചപ്പാത്തി ആയാലും റൊട്ടി ആയാലും എല്ലാത്തിൻ്റെ കൂടെയും ഇത് നല്ല രസമുണ്ട്. അപ്പോൾ എല്ലാവരും ഈ രീതിയിൽ ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ബാർ എനേബിൾ ചെയ്ത് അതിൽ ഓൾ എന്ന് സെലക്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇനിയും ഇതുപോലത്തെ നല്ല സൂപ്പറായിട്ട് വേഗം ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി റെസിപ്പി ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ എല്ലാവരോടും ഒരുപാട് സ്നേഹം മാത്രം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.